بسم الله الرحمن الرحيم والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസിനികളെ, പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിലൊക്കെയും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ജീവിക്കുന്ന കാലമത്രയും യഥാർത്ഥ മുത്തഖികളിലും മുവഹിദുകളിലും ഉൾപ്പെടുത്തി നാം ഓരോരുത്തരെയും റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വെള്ളിയാഴ്ച ജുമാ ഖുത്ബ കൂടി കഴിഞ്ഞാൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന പരിശുദ്ധമായ റമളാനിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആയുസ്സും ആരോഗ്യത്തോടും കൂടി അള്ളാഹു ആ റമളാനിൻ്റെ മുഴുവൻ നന്മകളും നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ റമളാനും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, എനിക്കൊരു 10 വയസ്സ് കഴിഞ്ഞതു മുതൽ അല്ലെങ്കിൽ എൻ്റെ പ്രായപൂർത്തി ആയതിനു ശേഷം 10 റമളാൻ, 20 റമളാൻ, 50ഉം 60ഉം റമളാൻ നാം ഓരോരുത്തർക്കും ലഭിച്ചിട്ടുണ്ട്. ഇത്രയും പരിശുദ്ധമായ റമളാൻ നമ്മുടെ ആയുസ്സിൽ നിന്ന് നമുക്ക് കഴിഞ്ഞു പോയിട്ടും 2026 അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കൂടാതെ നമുക്ക് ജീവിക്കാൻ അല്ലാഹു അവസരം നൽകിയിട്ടുണ്ട്. ഈ കഴിഞ്ഞുപോയ 30ഉം 40ഉം റമളാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞു പോയിട്ടും എൻ്റെ ജീവിതത്തിലെ സ്വകാര്യമായ മറ്റാർക്കും അറിയാത്ത, എൻ്റെ ജീവിത പങ്കാളിക്കോ എൻ്റെ മക്കൾക്കോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ മാതാപിതാക്കൾക്കോ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾക്കോ അറിയാത്ത, എനിക്കും എൻ്റെ റബ്ബിനും മാത്രം അറിയാവുന്ന ചെയ്തികളിൽ നിന്ന്, അധാർമികതകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഈ പരിശുദ്ധമായ കഴിഞ്ഞുപോയ 10ഉം 30ഉം 40ഉം റമളാൻ കഴിഞ്ഞുപോയിട്ടും എനിക്കൊരു മാറ്റം സാധ്യമായിട്ടുണ്ടോ എന്നാണ് നാം ചിന്തിക്കേണ്ടത് സഹോദരങ്ങളെ. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ പറയും, 2005 വിശുദ്ധമായ ഒരു ഖുർആനിൻ്റെ വചനമാണ്
സർവ ബഹുദൈവ ആരാധനകളുടെ അവസ്ഥകളിൽ നിന്നും ഷിർക്കിൽ നിന്നും മാറി ഞാൻ തൗഹീദിലേക്ക് വന്നത്. എൻ്റെ കുടുംബം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായ നമ്മുടെ കർമ്മങ്ങളുടെ സ്വീകാര്യതയിലേക്ക് കൊണ്ടെത്തിക്കുന്ന തൗഹീദിലേക്ക് ഞാൻ വന്നത്. പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ പറയാറുണ്ട്, എൻ്റെ ഉപജീവനത്തിലും എൻ്റെ കച്ചവടത്തിലുമൊന്നും സാമ്പത്തികമായ ആ സത്യസന്ധത ഞാൻ പുലർത്താറുണ്ടായിരുന്നില്ല. വിശുദ്ധ ഖുർആനിൻ്റെ ഇന്ന വചനമാണ് എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചുകൊണ്ട് എന്നെ മാറ്റാനും എൻ്റെ ജീവിതത്തെ മാറ്റിപ്പണിയാനും എനിക്കൊരു തിരിച്ചറിവ് നൽകിയത് ആ വിശുദ്ധ ഖുർആനിൻ്റെ വചനമാണ് എന്ന് പലപ്പോഴും നാം നമ്മെക്കുറിച്ച് പറയുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് 30, 40, 50 റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിക്കാൻ അവസരവും ആയുസ്സും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം എൻ്റെ റബ്ബ് ഒരുക്കി തന്നിട്ടും ഒരു നിയന്ത്രണവുമില്ലാതെ ഞാൻ അഴിച്ചുവിടുന്ന എൻ്റെ നാവിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? കഴിഞ്ഞുപോയ റമളാനിൻ്റെ ദിനരാത്രങ്ങൾ എൻ്റെ ആയുസ്സിൽ നിന്ന് കഴിഞ്ഞുപോയി. എൻ്റെ വിചാരങ്ങളെ നിയന്ത്രിക്കാൻ ആ കഴിഞ്ഞുപോയ റമളാനിൻ്റെ നോമ്പുകൾക്ക് സാധ്യമായിട്ടുണ്ടോ? പലപ്പോഴും നിസ്സാരമായ പാപങ്ങളായി കരുതിയിരുന്ന നമുക്ക് ഈ ലോകത്ത് ജന്മം നൽകിയ നമ്മുടെ മാതാവിനോട്, നമ്മുടെ പിതാവിനോട് വർഷങ്ങളോളം പിണങ്ങിപ്പിരിഞ്ഞിരുന്ന അവസ്ഥ, അപ്പോഴും നമസ്കാരത്തിലും നോമ്പിലും സക്കാത്തിലുമൊക്കെ നാം ശ്രദ്ധിക്കും. എത്രയെത്രയോ സഹോദരങ്ങളാണ് സ്വന്തം മാതാപിതാക്കളോട്, മക്കളോട്, ജീവിത പങ്കാളികളോട്, പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, വളരെ അകലങ്ങളിലേക്കുള്ളവരെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇന്നത്തെ ഖുതുബയിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോട്, നമുക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കളോട് പോലും ബന്ധം മുറിഞ്ഞുകൊണ്ട് പിണങ്ങിക്കൊണ്ട് അകന്ന് കഴിയുമ്പോൾ അത്തരം ഒരവസ്ഥയിലേക്ക് പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കാൻ നാം കാത്തിരിക്കുമ്പോൾ നമ്മെ റബ്ബ് ചില വചനങ്ങൾ കൊണ്ട് തിരുത്തുന്നുണ്ട്. നമ്മെ അള്ളാഹുവിന്റെ റസൂല് ചില വചനങ്ങൾ കൊണ്ട് നമ്മെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. തിരുവനന്തപുരം സിറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ബന്ധങ്ങളും സ്നേഹങ്ങളും മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും തമ്മിലുള്ള കമ്മിറ്റ്മെന്റുകളും സാഹോദര്യ ബന്ധങ്ങളും പഴയ കാലത്തുണ്ടായിരുന്ന സ്നേഹവും ഹൃദയാലിവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് നാം ഓരോരുത്തരും ഓർക്കണം വിശ്വാസികളെ. ഇക്കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഒരു സഹോദരൻ അപകടം പറ്റി, 2 വീലറിൽ അപകടം പറ്റി റോഡിൽ കിടക്കുമ്പോൾ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കാറിലേക്ക് അദ്ദേഹത്തെ കയറ്റിയിരുത്തി. എന്നിട്ട് അദ്ദേഹത്തിന്റെ സഹോദരനെ വിളിച്ചു, അനുജൻ ഇങ്ങനെ അപകടം പറ്റി കിടക്കുകയാണ്, എൻ്റെ കാറിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി നിങ്ങൾ ആ വീട്ടിലൊന്ന് ഇറങ്ങി നിൽക്കണേ, നിങ്ങളും കൂടെ ഒന്ന് കൂടെ വരണേ. ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനാണ് സാറ്, ഞാനിവിടെ ഇല്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്ത് മടങ്ങി വരുമ്പോ ആ നാടിന്റെ നഗരഹൃദയത്തിൽ ആ മനുഷ്യനെ കാണുമ്പോൾ, സഹോദര നിങ്ങളുടെ ജ്യേഷ്ഠൻ അവിടെ ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെയാണല്ലോ പറഞ്ഞതെന്ന് ഒരു മുസ്ലിം കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ, കുടുംബ ബന്ധങ്ങളെക്കുറിച്ച്, സാഹോദര്യ ബന്ധങ്ങളെക്കുറിച്ച് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും ഇത്തരം കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് നമ്മുടെ കർമ്മങ്ങൾ സ്വീകാര്യമാകും. എൻ്റെ സഹോദരിയുമായി, എൻ്റെ ഉപ്പയുമായി, എൻ്റെ ഉമ്മയുമായി ഈ ബന്ധമെല്ലാം വിച്ഛേദിച്ചിട്ട് എൻ്റെ ഹജ്ജും എൻ്റെ സൽക്കർമ്മങ്ങളും എൻ്റെ ആരാധനകളുമായി എൻ്റെ റബ്ബിലേക്ക് മടങ്ങിപ്പോയാൽ
എന്റെ റബ്ബെന്നെ സ്വീകരിക്കുമെന്നാണ് വിശ്വാസികളിൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, പരിശുദ്ധമായ 2 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു റമദാനിൽ അവസാനത്തെ 10 ഫർദയും ഹിജാബും ഒക്കെ ധരിച്ച ഒരു സഹോദരി എന്തോ ഒരു സഹോദരനുമായി പിണക്കത്തിന്റെ അല്ലെങ്കിൽ എന്തോ ചെറിയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടപ്പോ പലപ്പോഴും അവിടെയൊക്കെ നമ്മുടെ മനസ്സ് പൈശാചികമായ പല പ്രലോഭനങ്ങളും അവിടെ ഇളക്കി വിടും. അവിടെ ജ്യേഷ്ഠനാണെന്നോ അനുജത്തിയാണെന്നോ ജ്യേഷ്ഠത്തിയാണെന്നോ ചിന്തിക്കില്ല. ഐസ്ക്രീമിൽ വീര്യം കൂടിയ വിഷം ചേർത്തുകൊണ്ട് ആ വീട്ടിലേക്ക് കൊണ്ടെത്തിക്കുമ്പോ 9 വയസ്സുള്ള ആ മകൻ എടുത്തു കുടിച്ച് ഈ ലോകത്ത് പിടഞ്ഞു വീണ് മരിച്ച വാർത്ത ഹൈന്ദവരുടെയോ ക്രൈസ്തവരുടെയോ കുടുംബത്തിലല്ല സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളുടെ കുടുംബത്തിലാണ്. ഇക്കഴിഞ്ഞുപോയ ആഴ്ചയിൽ ഒരു വീടിന്റെ അകത്തളങ്ങളിൽ ഒരു മകളുടെ രക്തമാണ് കെട്ടിക്കിടന്നത്. 18 വയസ്സുള്ള ആ മകളെ സ്വന്തം പിതാവിനാൽ ക്രൂരമായി ബന്ധുക്കളെ പലരെയും വെട്ടാനും കുത്താനും ശ്രമിക്കുന്നതിനിടയിൽ ഹൃദയത്തിന്റെ ഭാഗമായ ആ പൊന്നുമകൾ ആ ഉപ്പയുടെ കയ്യിലേക്ക് കടന്നു പിടിക്കുമ്പോ അറിയാതെ ആ മകളുടെ കണ്ടനാടിയിലേക്ക് വീണ് ഈ ലോകത്ത് നിന്ന് പിടഞ്ഞു വീണത് മറ്റിതര മതസ്ഥരുടെ കുടുംബങ്ങളിലല്ല സഹോദരങ്ങളെ. കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയും മാഹാത്മ്യവും വിളിച്ചോതുകയും വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നമ്മെ തിരുത്തുമ്പോഴും വീറും വാശിയോടും കൂടി പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്നവരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചില മുന്നറിയിപ്പുകളും ചില ബോധനങ്ങളും നടത്തുന്നുണ്ട് സഹോദരങ്ങളെ. ഒരു ഇസ്ലാമികമായ ചാനലിൽ അതിന്റെ വാർത്താവതാരകൻ ഒരു 10 വർഷക്കാലം ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സഹോദരന്റെ അമ്മയുടെ അടുക്കലേക്ക് പോയിട്ട് ആ വാർത്താവതാരകൻ ചോദിച്ചു, അമ്മ, നിങ്ങളുടെ മകൻ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടല്ലോ, നിങ്ങളുടെ മകൻ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ആ മകനെ കുറിച്ച് അമ്മയുടെ നിലപാട് എന്താണെന്ന് ആ വാർത്താവതാരകൻ ചോദിക്കുമ്പോ സഹോദര സമുദായത്തിൽപ്പെട്ട ആ അമ്മ പറഞ്ഞത്, എന്റെ മകൻ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് അവന്റെ അച്ഛനുമായുള്ള ബന്ധം വർഷങ്ങളോളം മുറിഞ്ഞു നിന്നിരുന്നു. പക്ഷേ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം എന്റെ മകൻ ഞാനുമായുള്ള നല്ല ബന്ധം, അവന്റെ ജ്യേഷ്ഠത്തിയും അനുജനുമായിട്ടുള്ള ബന്ധം, മറ്റൊരു മതത്തിലേക്ക് ഇസ്ലാം സ്വീകരിച്ചു മാറിയെങ്കിലും അച്ഛനും അമ്മയുമായുള്ള ബന്ധം, ആ മകനെ ഞാൻ കെട്ടിപ്പിടിക്കുമ്പോ മുമ്പ് മദ്യത്തിന്റെ ദുർഗന്ധമായിരുന്നുവെങ്കിൽ ഇന്ന് ആ മകനെ ചേർത്തു പിടിക്കുമ്പോ സുഗന്ധവും പരിമളവും എനിക്കുണ്ട് എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സഹോദരന് കുടുംബ ബന്ധത്തിന്റെയും സാഹോദര്യ ബന്ധത്തിന്റെയും പവിത്രത എന്തെന്ന് മനസ്സിലായിട്ടും പാരമ്പര്യമായി ഇസ്ലാമിന്റെ വിശ്വാസികളാകുന്ന നാം ഓരോരുത്തർക്കും, പലപ്പോഴും തൗഹീദ് ഉണ്ട് പറയുന്ന നാം ഓരോരുത്തർക്കും നമുക്ക് ജന്മം നൽകിയ മാതാവിനോട്, നമുക്ക് ജന്മം നൽകിയ ഉപ്പയോട് എന്താണ് ആ കിളവൻ കാണിച്ചതെന്നറിയുമോ? എന്റെ സഹോദരിക്ക് ആ പണ്ടവും ആ സ്ഥലവും മുഴുവനും എഴുതി കൊടുത്തിട്ട് എന്നെ ഞാനൊരു മകനായി പരിഗണിച്ചിട്ടില്ല, അയാളെ ഞാൻ പരിഗണിക്കണോ എന്ന് ചോദ്യം ചോദിക്കുന്ന മക്കളുടെ പുതിയ കാലമാണ് സഹോദരങ്ങളെ. വിട്ടുവീഴ്ചയുടെയും കാരുണ്യത്തിന്റെയും വിശാല മനസ്കതയുടെയും യാഥാർത്ഥ്യങ്ങൾ മറന്ന് മനുഷ്യൻ ഒരു കപട വേഷധാരികളായി ഇസ്ലാമിന്റെയും വിശ്വാസത്തിന്റെയും വേഷങ്ങളിൽ മാത്രം ജീവിച്ചിട്ട് മനസ്സിന്റെ അകത്തളം ദുർഗന്ധപൂർവമായിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും. നിങ്ങളുടെ രൂപലാവണ്യങ്ങളിലേക്കോ നിങ്ങളുടെ പ്രഭാഷണങ്ങളിലേക്കോ നിങ്ങളുടെ വാക്ചാതുര്യങ്ങളിലേക്കോ മനുഷ്യനെയും മനസ്സിനെയും മയക്കുന്ന വല്ലാത്ത പ്രഭാഷണങ്ങളിലേക്കോ അല്ല റബ്ബ് നോക്കുന്നത്. റബ്ബ് നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്കാണ്, ഹൃദയത്തിന്റെ വിശാലതയിലേക്കാണ്.
നിങ്ങളുടെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ കുടുംബ ബന്ധങ്ങളും സഹോദര്യ ബന്ധങ്ങളും അതുപോലെ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും തമ്മിലുള്ള ഈ കുടുംബ ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ച് സൽക്കർമ്മങ്ങളുടെ കൂമ്പാരങ്ങളുമായി റബ്ബിലേക്ക് മടങ്ങാമെന്ന് ആഗ്രഹിക്കുന്നവരോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ചോദ്യം, വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി. അല്ലാഹുമായി കരാർ ചെയ്തതിനു ശേഷം, റബ്ബുമായി ഉടമ്പടി നടത്തിയതിനു ശേഷം ആ ഉടമ്പടിയെ മുറിച്ചു കളഞ്ഞവർ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം സ്വീകരിച്ചതിന് ശേഷം ആ ആദർശത്തിന്റെ കരാറിനെ മുറിച്ചു കളഞ്ഞവർ ആരാണെന്നറിയുമോ? വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല. അല്ലാഹു ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞവരാണ്. രണ്ടാമതായിട്ട് അല്ലാഹു പറഞ്ഞു, വയുഫ്സിദൂന ഫിൽ അർള്. ഭൂമിയിൽ സർവത്ര കുഴപ്പവും ഉണ്ടാക്കും. സഹോദര്യ ബന്ധം മുറിക്കുക മാത്രമല്ല, തന്റെ നാവിൽ നിന്ന് പരദൂഷണവും ഏഷണിയും ഭിന്നിപ്പും അനൈക്യവും എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടോ ആ കുഴപ്പങ്ങളെല്ലാം അയാളുടെ നാവിൽ നിന്നാണ് വരുന്നത്. ഉലൈക ലഹുമുൽ ലഅന. അല്ലാഹു പറഞ്ഞത് അവരുടെ മേലാണ് അല്ലാഹുവിന്റെ ശാപം. വലഹും സുഉദ്ദാർ. അവർക്കാണ് മോശമായ ഭവനം അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൻ സൂറത്തുൻ നഹ്ലിന്റെ സൂറത്തുർ റഅദിന്റെ 25-ാമത്തെ വചനമാണ് സഹോദരങ്ങളെ. സ്വന്തം ഉമ്മയുമായി ഉപ്പയുമായി സഹോദരങ്ങളുമായി അതുപോലെ ഭാര്യാമാതാവുമായി ഭാര്യാപിതാവുമായി ഭാര്യയുടെ സഹോദരനുമായി പിണങ്ങി പിരിഞ്ഞിരിക്കുന്നവർ വിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഅദിന്റെ 25-ാമത്തെ വചനം ഒന്നെടുത്തു മനസ്സിരുത്തി വായിച്ചു നോക്കിയിട്ടാണ് റമദാനിലേക്ക് പ്രവേശിക്കാൻ. ഈ ചുട്ടുപൊള്ളുന്ന പകലിന്റെ റമദാനിന്റെ നോമ്പുകൾ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ നമ്മുടെ റൂഹൊന്ന് നിലച്ചുപോയാൽ, നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനമൊന്ന് നിലച്ചുപോയാൽ, ഇന്ന് പ്രഭാത നമസ്കാരം കഴിഞ്ഞ് എന്റെ വാട്സാപ്പ് ഒന്ന് ഓൺ ചെയ്യുമ്പോ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ജുമുഅ മിമ്പറുകളുടെ താഴെ 1-ാമത്തെ സഫിലിരിക്കുന്ന ഒരു സഹോദരൻ, നന്മകളിലെല്ലാം 1-ാമനായി കാണുന്ന ആ സഹോദരന്റെ ഫോട്ടോയാണ് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയെന്ന് അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. പലപ്പോഴും സഹോദരങ്ങളെ, നമ്മുടെ വീറും വാശിയും വൈരാഗ്യവും പകയും, ഇനി ഞാൻ കുറെ കാലം ഇവിടെ ജീവിക്കും, എനിക്കങ്ങനെ രോഗങ്ങളൊന്നുമില്ല, എനിക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളില്ല, ഞാൻ നല്ല ആരോഗ്യവാനാണ്, ഈ ഭൂമിയിൽ ഇനിയും ഒരുപാട് കാലം ഞാൻ ജീവിക്കുമെന്ന മിഥ്യാധാരണയിൽ ബന്ധങ്ങളിൽ നിന്ന്, സൗഹാർദ്ദതയിൽ നിന്ന്, ഹൃദയവിശാലതയിൽ നിന്ന് ഇടുങ്ങിയ ദുർഗന്ധപൂരിതമായ അവസ്ഥയിലേക്ക് മാറുന്ന വിശ്വാസികളെ കുറിച്ച്, കുടുംബ ബന്ധത്തിന്റെ മാഹാത്മ്യത്തെ വകവയ്ക്കാത്ത വിശ്വാസികളെ കുറിച്ച് റബ്ബ് ഓർമ്മപ്പെടുത്തുന്നത് എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും കർമ്മങ്ങൾ ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെടും. എന്നാൽ കുടുംബ ബന്ധം മുറിക്കപ്പെട്ട, സഹോദര്യ ബന്ധം മുറിക്കപ്പെട്ട ഒരാളുടെ സൽക്കർമ്മങ്ങൾ ആകാശ ലോകത്തേക്ക് റബ്ബിന്റെ അടുക്കലേക്ക് അത് ഉയരുകയില്ല. എന്നാണോ അയാൾ കുടുംബ ബന്ധം പുനഃസ്ഥാപിക്കുന്നത്, അന്നത്തോടു കൂടിയിട്ടാണ് ആ കർമ്മങ്ങൾ ഉയരുന്നത്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രവാചക വചനം, വഹുവ ശഹ്റുൻ. ഇപ്പോ നാം നിലകൊള്ളുന്ന ഈ മാസം, ഈ ഷഹ്റു ശഅബാൻ, ഈ മാസം തുർഫഉൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. ഒരു വർഷത്തിലെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. നമ്മുടെ കർമ്മങ്ങൾ ഉയരുമ്പോൾ നമ്മുടെ ജ്യേഷ്ഠത്തിയുമായി, നമ്മുടെ ജ്യേഷ്ഠനുമായി, നമ്മുടെ ഉമ്മയുമായി, നമ്മുടെ മകളും മകനുമായി ബന്ധം മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ വീണ്ടും വൈരാഗ്യവും പകയും ഒക്കെയായി
നാം റമളാനിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണെങ്കിൽ നമ്മളുടെ കർമ്മങ്ങൾ ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെടുമോ? നാം ഒറ്റയ്ക്കാകുന്ന ഖബറിലും നാളെ മീസാൻ എന്ന തുലാസിലും അത് കനം തൂങ്ങുന്ന സൽക്കർമ്മമാകുമോ സഹോദരങ്ങളെ? പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിലാവുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ്, ഞാൻ ICUവിലാണ്, ഫേസ്ബുക്കിലും വാട്സാപ്പിലും നമ്മുടെ സൗഹൃദങ്ങളിലൊക്കെ നാം അറിയിക്കും. 6 അടി മണ്ണാകുന്ന ഖബറിലേക്ക് കിടക്കുമ്പോ നാം ഖേദിക്കും. അല്ലാഹുവേ, നീ എനിക്ക് കുറഞ്ഞ സമയം തന്നാൽ എന്റെ വിശ്വാസം പൂർണ്ണമായിരുന്നു. പക്ഷേ എന്റെ കർമ്മങ്ങൾ സ്വീകരിക്കാതെ പോയത് ചില നിർബന്ധമാണ്, ചില വീറും വാശിയുമാണ്. ഞാൻ എല്ലാ പത്തികളും താഴ്ത്തിക്കൊണ്ട് സമിഅനാ വഅതഅനാ ഗഫറാനക റബ്ബനാ വഇലൈക്കൽ മസീർ, റബ്ബേ നീ പറഞ്ഞത് ഞാൻ കേട്ടു, വഅതഅനാ ഞാൻ അനുസരിച്ചു കൊള്ളാം, ഗഫറാനക റബ്ബനാ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, വഇലൈക്കൽ മസീർ നിന്റെ അടുക്കലേക്കാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടത്. സഹോദരങ്ങളെ, കർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ സമ്പത്തെല്ലാം ഉപേക്ഷിച്ചു പോകുമ്പോ നമുക്ക് താങ്ങും തണലുമാകുന്ന നമ്മുടെ സൽക്കർമ്മങ്ങൾ വിതറപ്പെട്ട ധൂളികളെ പോലെ നാളെ പരലോകത്ത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല സഹോദരങ്ങളെ. അങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ റബ്ബ് നമുക്ക് ചില പരീക്ഷണങ്ങൾ നൽകും, ചെറിയ ചെറിയ തിരിച്ചറിവുകൾ നൽകും, ചെറിയ ചെറിയ തട്ടലും ഓർമ്മപ്പെടുത്തലുകളും നടത്തും. റബ്ബ് ആ മനുഷ്യൻ തിരിഞ്ഞ് റബ്ബിലേക്ക് മടങ്ങുമോ എന്ന് നോക്കാൻ. 6-7 മാസങ്ങൾക്ക് മുമ്പ് ഹൃദയ സംബന്ധമായ ഒരു സർജറി കഴിഞ്ഞ എൻ്റെ ഒരു സഹോദരനെ ഇതുപോലെ ഖുതുബ കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് നാട്ടിലേക്ക് മടങ്ങുന്നു. ആ സഹോദരൻ 4-5 മാസമായിട്ടും കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. തൊട്ടടുത്ത റൂമിൽ മകനും അപകടം പറ്റി കിടക്കുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ശിർക്കിൽ നിന്ന് മാറണം, അള്ളാഹുവിലേക്ക് അടുക്കണം, പടച്ചവൻ ഒരു വഴി കാണിക്കും. ആ സമയം അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വിശ്വാസമൊക്കെ സമ്പൂർണമാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ സഹോദരിയുമായി പിണക്കത്തിലാണ്. ആ സഹോദരിയായിരുന്നു വിദേശത്തേക്ക് ഇദ്ദേഹത്തെ അയച്ച് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്തത്. ഇദ്ദേഹം സുഖമില്ലാതെ രോഗിയായി ഈ വീട്ടിൽ 2-3 ആഴ്ചകൾക്ക് മുമ്പ് കിടക്കുമ്പോഴും ആ സഹോദരി വന്നു. അപ്പോഴും ആ സഹോദരിയോട് സംസാരിക്കാതെ വീറും വാശിയോടും കൂടി കണ്ണടച്ചു കിടന്നു. ഞാൻ പറഞ്ഞു, സഹോദര, ഫോൺ വിളിച്ചിട്ട് അദ്ദേഹത്തോട് മാപ്പ് പറയണം, നമ്മുടെ റൂഹ് എപ്പോ പോകുമെന്നറിയില്ല. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ. അല്ലാഹുവിന്റെ വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ്, അഥവാ വലിയ വലിയ രോഗങ്ങളും ദുർമരണങ്ങളും നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ, ചെറിയ ചെറിയ തട്ടി ഓർമ്മപ്പെടുത്തലുകൾ അല്ലാഹു നമുക്ക് നൽകും. അവിടെ നമ്മൾ റബ്ബിലേക്ക് തിരിയാൻ, ലഅല്ലഹും യർജിഊൻ, നാം അവരിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും കുടുംബ ബന്ധത്തെക്കുറിച്ചും കുടുംബബന്ധം മുറിഞ്ഞു പോകുന്ന ഇത്തരം അവസ്ഥകളെക്കുറിച്ചും പലരോടും പറയുമ്പോൾ, എന്നോട് അവൻ ചെയ്തത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? എന്നോട് എൻ്റെ ഉമ്മ ചെയ്ത് കാട്ടിയത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? 10-70 വയസ്സുള്ള എൻ്റെ ഉപ്പ എന്നോട് കാണിച്ചത് എന്താണെന്ന് അറിയുമോ? കുറേ കാരണങ്ങൾ നിരത്തും. അവിടെയാണ് വിശുദ്ധ ഖുർആൻ സൂറ യൂസുഫിലൂടെ അള്ളാഹു നമ്മെ ചില പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയി തള്ളിക്കളഞ്ഞത് സ്വന്തം സഹോദരങ്ങളാണ്. അയൽവാസികൾ ആരുമല്ല സഹോദരങ്ങളെ, സ്വന്തം സഹോദരങ്ങളാണ്. ഒരു ഉപ്പയുടെ മക്കളായ സ്വന്തം സഹോദരങ്ങളാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയി തള്ളിക്കളഞ്ഞത്. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ഈ സഹോദരന്മാർ ഈജിപ്തിന്റെ അധികാരത്തിന്റെ മുടിചൂടാ മന്നനായിരിക്കുമ്പോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് ഈ സഹോദരന്മാര് കടന്നു വരുമ്പോ
കറുകറുത്ത രോമങ്ങളും ചുറുചുറുക്കുള്ള ശരീരവും മെലിഞ്ഞൊട്ടി വൃദ്ധരായി വയോവൃദ്ധരായി യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് വരുമ്പോഴും യൂസുഫ് നബി അലൈഹിസ്സലാമിന് തിരിച്ചറിഞ്ഞു, എൻ്റെ പഴയ ഇക്കാമാരാണ് ഇവരൊക്കെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി വരുമ്പോ ഒരു അനുജൻ നിങ്ങളുടെ വീട്ടിലുണ്ട്, അദ്ദേഹത്തെയും കൂടെ കൂട്ടി വരണം. അദ്ദേഹത്തെ പിടിച്ചു വെക്കാൻ വേണ്ടി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം രണ്ടാമത് വന്നപ്പോ ഒരു പാത്രം അദ്ദേഹത്തിന്റെ ഭക്ഷണ പൊതിയിലേക്ക് പാക്ക് ചെയ്തു വെച്ചു. മടങ്ങിപ്പോകാൻ നേരത്ത് രാജാവിന്റെ അളവ് പാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരന്റെ പാക്കറ്റിൽ നിന്നാണ് കിട്ടിയത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്വന്തം ആ സഹോദരനെ ഒന്ന് കൂടെ ചേർത്തു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസരമായിരുന്നു അത്. ആ സമയത്തും ഈ 10 സഹോദരന്മാരും പറഞ്ഞു, ഇവൻ ബിന്യാമീൻ മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവന്റെ കൂടെയുള്ള യൂസുഫും വർഷങ്ങൾക്ക് മുമ്പ് മോഷണം നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഇവരെ കയ്യാമം വെച്ച് ഇവരെ തൂക്കിലേറ്റാമായിരുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അതിന് തയ്യാറായില്ല. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഞങ്ങളുടെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കൊണ്ടുപോയി തള്ളിക്കളഞ്ഞ ആ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ യൂസുഫാണ് എന്ന് തിരിച്ചറിയുമ്പോ ആ സഹോദരന്മാർ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറയുന്ന വർത്തമാനം, ഖാലൂ തല്ലാഹി ലഖദ് ആസറകല്ലാഹു അലൈനാ. യൂസുഫേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെക്കാളേറെ മോനെ നിന്നെ ആദരിച്ചിരിക്കുന്നു. മാത്രമല്ല വഇൻ കുന്നാ ലഖാതിഈൻ, ഞങ്ങൾ പിഴച്ചുപോയി, ഞങ്ങൾ പിഴവിലാണെന്ന് പറയുമ്പോഴും ആ സഹോദരൻ പറഞ്ഞത്, ഖാല ലാ തസ്രീബ അലൈകുമുൽ യൗം, ഇന്ന് നിങ്ങളുടെ മേലെ യാതൊരു ആക്ഷേപവുമില്ല. ഇക്കമാരെ എന്നോട് കാണിച്ചത്, നമ്മൾ പറയുന്നത് പോലെ നീ എന്നോട് കാണിച്ചത് ഇത്താത്ത, നീ എന്നോട് കാണിച്ച ക്രൂരതകൾ ഞാൻ മറന്നിട്ടില്ല എന്നല്ല പറഞ്ഞത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, ലാ തസ്രീബ അലൈകുമുൽ യൗം, ഇന്ന് നിങ്ങളുടെ മേൽ യാതൊരു ആക്ഷേപവുമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, അവൻ പരമകാരുണ്യകരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണ്. ആ റബ്ബ് നമുക്ക് പുറത്തു തരട്ടെ. ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വളർന്ന് ഒരേ പായിൽ കിടന്നുറങ്ങി വിവാഹം കഴിച്ച് മക്കളും കുടുംബവുമാകുമ്പോ ഞാനും എൻ്റെ കെട്ടിയോളും കുട്ടിയോളും എന്ന ചിന്താഗതി മാറി എൻ്റെ കൂടപ്പറപ്പാണ്, എൻ്റെ അനുജനാണ്, എൻ്റെ ജ്യേഷ്ഠത്തിയാണ് എന്നൊരു തിരിച്ചറിവ് വിശ്വാസികളെ തൗഹീദുണ്ടെങ്കിലും നാളെ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ ധൂളികളായി പറത്തപ്പെടും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്, ഉലൈക ലഹുമുൽ ലഅന, അവരുടെ മേലാണ് അല്ലാഹുവിന്റെ ശാപം, അവരുടെ മേലാണ് അല്ലാഹുവിന്റെ കോപം. അത്തരമൊരവസ്ഥകളിൽ നിന്ന് മാറി സഹോദരങ്ങളെ, റമളാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് നാം ആരുമായിട്ടെങ്കിലുമൊക്കെ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ, ആരുമായിട്ടെങ്കിലുമൊക്കെ ചെറിയ പിണക്കങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് സലാം പറഞ്ഞ്, ഇത്താത്ത എനിക്ക് പറ്റിപ്പോയതാണ്, വാപ്പച്ചി എനിക്ക് സംഭവിച്ചു പോയതാണ്, സഹോദര എനിക്ക് സംഭവിച്ചു പോയതാണ്. ആ ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് റൂഹ് അല്ലാഹുവിലേക്ക് യാത്രയാകുന്നതിന് മുമ്പ് റബ്ബിലേക്ക് നമ്മുടെ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്നൊരു പാതിരാവിൽ കിടന്നുറങ്ങി ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോ റബ്ബ് ചോദിക്കുന്ന ഒരു ചോദ്യം, മൻ റാഖ്, ആരുണ്ട് നിന്നെ ഇന്ന് ചികിത്സിക്കാൻ, നിന്റെ ആത്മാവിനെ നിന്റെ ശരീരത്തിലേക്ക് മടക്കാൻ? നമ്മുടെ ശരീരങ്ങൾ നിലച്ചുപോയാൽ, നമ്മുടെ നാവ് നിലച്ചുപോയാൽ, നാം മരണത്തിലേക്ക് നീങ്ങിയാൽ, പൊറുക്കപ്പെടാത്ത ചേർക്കപ്പെടാത്ത ഈ ബന്ധങ്ങളുമായി റബ്ബിലേക്ക് എത്തിയാൽ എത്ര തന്നെ സൽക്കർമ്മങ്ങൾ നമ്മൾ പ്രവർത്തിച്ചാലും, എത്ര തന്നെ പുണ്യകർമ്മങ്ങൾ പ്രവർത്തിച്ചാലും അതെല്ലാം റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയില്ല എന്നും, ബന്ധങ്ങൾ ചേർക്കുവാനും ഹൃദയം വിശാലമാകാനും റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അഫ്രിഗ അലൈനാ സബ്റ, അല്ലാഹുവേ എന്നെ സങ്കടപ്പെടുത്തുന്ന പലതും എൻ്റെ ജീവിതത്തിലുണ്ടായി, അവിടെയൊന്നും ബന്ധങ്ങൾ മുറിയാതെ അല്ലാഹുമ്മ അഫ്രിഗ അലൈനാ സബ്റ, എനിക്ക് നീ സബ്ർ തരണേ റബ്ബേ.
പരദൂഷണവും ഏഷണിയും ഭിന്നിപ്പും അനൈക്യവും തമ്മിലടിപ്പും ഉണ്ടാക്കാതെ അല്ലാഹുവേ സബ്ബിത്ത് ഖൽബി അലാ ദീനിക്, എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ് എന്ന് നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ബന്ധങ്ങളും മാതാപിതാക്കളും സഹോദരങ്ങളും കുടുംബവുമായിട്ടുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിലേക്ക്